നമ്മൾ ആലോചിക്കണം, ആരാണ് നമ്മുടെയൊക്കെ ഉമ്മയും ബാപ്പയും എന്നുള്ളത്. ആരാ നമ്മുടെ ഉമ്മ? ഉമ്മ നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ്, വെറുതെ ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ ഭാരം പേറിയവളാണ് നിങ്ങളുടെ ഉമ്മ. ഒരിക്കൽ റസൂലുള്ളാഹി ഇങ്ങനെ സ്വഹാബാക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ സ്വഹാബാക്കൾക്ക് ശേഷമുള്ള താബിഈങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തി. ഇന്ന ഖൈറ താബിഈൻ, താബിഈങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനുണ്ട്, ഏറ്റവും ഖൈറായ മനുഷ്യൻ. റജുലുൻ യുഖാലു ലഹു ഉവൈസ് ഇബ്നു ആമിർ, അവന്റെ പേര് ഉവൈസ് ഇബ്നു ആമിർ എന്നാണ്. വലഹു വാലിദ, അവനൊരു ഉമ്മയുണ്ട്. സ്വഹാബ, നിങ്ങളെങ്ങാനും അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം. നമ്മൾ ആലോചിക്കണ്ടേ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, എല്ലാ സ്വഹാബാക്കളും ആ ബസ്സിലുണ്ട്. പക്ഷെ അവരൊക്കെ ആലോചിക്കുന്നത് ഇത്ര പുണ്യം കിട്ടാനുള്ള കാരണം എന്താ? ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മാന്റെ